Hello my children, welcome back to the third part of The Enemy written by Perlis Buck. എല്ലാവരും ഉഷാറായിട്ട് വായിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ എവിടെയായിരുന്നു കഴിഞ്ഞ തവണ നിർത്തിയത്? യെസ്, യുമി തൻ്റെ മാസ്റ്ററായ ഹന്ന പറഞ്ഞത് അനുസരിക്കാതെ തനിക്ക് ഇയാളെ വാഷ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയും അങ്ങനെ അവർ തമ്മിൽ ചെറിയൊരു വാക്ക് തർക്കമൊക്കെ ഉണ്ടാവുകയും യുമിയോട് ഹന്ന തിരിച്ച് തൻ്റെ വർക്കിലേക്ക് തൻ്റെ ജോബിലേക്ക് തന്നെ പൊക്കോളൂ, തൻ്റെ സഹായം വേണ്ട എന്ന് പറയുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ നിർത്തിയത് അല്ലേ. ഇനി തുടർന്ന് എന്ത് സംഭവിച്ചു എന്ന് കാണാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. At once Yumi left the room, but this left Anna with the white man alone. She might have been too afraid to stay, had not her anger at Yumi's stubbornness now sustained her. അപ്പോൾ പൊക്കോളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഉമി തിരിച്ചു പോവുകയും എന്നാൽ ഇത്തവണ അന്ന തനിച്ചാവുകയും ചെയ്തു ഈ അമേരിക്കൻ്റെ അടുത്ത്. ബട്ട് ഉമിയോടുള്ള ആ ദേഷ്യം, അവളുടെ സ്റ്റബേർഡ്നെസ്സിനോടുള്ള അവളുടെ ആ വിദ്വേഷം, ദേഷ്യം, എതിർപ്പ് തന്നെ അവിടെ പിടിച്ചു നിർത്തുകയും ഇത്തവണ അന്ന വാസ് അലോൺ വിത്ത് ദിസ് വൈറ്റ് മാൻ ഇൻ ദ റൂം. Stupid Yumi, she muttered fiercely. Is this anything about a man and a wounded, helpless man? Yumi, she was really stupid. Anna cried aggressively. This is not American, this is not a old man. This is a helpless man. So it's not matter whether it's a Japanese or an American. This is a helpless man. She's really stupid. In the conviction of her own superiority, she bent impulsively and untied the knotted rags that kept the white man covered. So, അവൾ തന്നെ തീരുമാനിച്ചു, എന്തായാലും ഞാൻ ഇനി പിറകോട്ടില്ല, ഇയാളെ വാഷ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ആര്? അന്ന തീരുമാനിച്ചു. യെസ്. അയാളെ പൊതിഞ്ഞിട്ടുള്ള ആ റഗ്സ്, ആ പൊതിഞ്ഞിട്ടുള്ള പുതപ്പ്, ആ സംഭവങ്ങൾ അതെല്ലാം അഴിച്ചു. When she had his breast bare, she dipped to the small clean towel that Yumi had brought into the steaming hot water, and washed his face carefully. The man's skin, അപ്പോൾ ഹന്ന പിന്നെ ഇയാളെ വാഷ് ചെയ്യാൻ തീരുമാനിക്കുകയും തുടങ്ങുകയും ചെയ്തു. ടവൽ എടുത്തിട്ട് ഹോട്ട് വാട്ടറിൽ മുക്കി മുഖമൊക്കെ തുടച്ചു തുടങ്ങി. Then the man's skin, though rough with exposure, was of fine texture and must have been very blunt when he was child. അപ്പോൾ ഇയാളെ പുതപ്പൊക്കെ ഇയാളെ പൊതിഞ്ഞിട്ടുള്ള തുണി മാറ്റിയപ്പോഴത്തേക്കും ഇയാളെ കണ്ടല്ലോ, ബോഡി കണ്ടപ്പോഴത്തേക്കും അന്നയ്ക്ക് മനസ്സിലായി ഈ ഒരു എന്താ പറയുക, ടോർച്ചർ കൊണ്ട് കുറച്ച് പരിപരുത്തതാണെങ്കിലും ഇയാളുടെ സ്കിൻ ടെക്സ്ചറൊക്കെ വളരെ സോഫ്റ്റ് ആൻഡ് ഓഫ് കോഴ്സ് അയാളൊരു ചെറുപ്പക്കാരനും കൂടിയാണല്ലോ. അപ്പോൾ അന്ന ചിന്തിക്കുകയാണ്, ചെറുപ്പത്തിൽ നല്ലൊരു ഫെയർ ആയിട്ടുള്ള, ബ്ലണ്ട് എന്ന് പറഞ്ഞാൽ ഫെയർ, വളരെ നല്ലൊരു സ്കിന്നൊക്കെ ഉള്ള നല്ലൊരു കുട്ടിയായിരിക്കണം ഇയാളെന്ന് ചിന്തിക്കുകയാണ്. While she was thinking these thoughts, though not really liking the man better now that he was no longer a child, she kept on washing him until his upper body was quite clean. But she dared not turn him over. So ഇതൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ കൂടിയും തന്നെ now he is not a man at all, okay? And എന്നാൽ അദ്ദേഹത്തിൻ്റെ അപ്പർ ബോഡി, ഈ ഇൻജേർഡ് മാൻ്റെ അപ്പർ ബോഡി മൊത്തം നമ്മുടെ അന്ന ക്ലീൻ ചെയ്തു. ബട്ട് ഷീ വാസ് അഫ്രൈഡ് ടു ടേൺ ഹിം ബാക്ക്, ലൈക്ക് യുനോ, ഇപ്പം അയാൾ മലർന്ന് എടുക്കുക. അപ്പോൾ തിരിച്ചിടാൻ ഇവൾക്ക് ഭയമാണ്. എന്താ നമുക്കറിയാം, ഓഫ് കോഴ്സ് അവിടെയാണ് വലിയ ഇഞ്ചുറി വൂണ്ട് ഉള്ളത്. Where was Sadao? Now her anger was ebbing, and she was anxious again, and she rose, wiping her hands on the wrong towel. Then, lest the man be chilled, she put the quilt over him. അപ്പോൾ ഇയാളെ അപ്പർ ബോഡി മൊത്തം അവൻ ക്ലീൻ ചെയ്തു. എന്നിട്ട് ഇവൾ എഴുന്നേറ്റു, ടവല അവളുടെ കൈയൊക്കെ ക്ലീൻ ചെയ്തു. ഇപ്പം ആളുടെ ദേഷ്യമൊക്കെ ഒന്ന് പതുക്കെ കുറഞ്ഞു തുടങ്ങി. മറ്റത് അത് നമ്മൾ പ്രീവിയസ് പാരഗ്രാഫിൽ കണ്ടത് ഈ യൂമിയോടുള്ള ദേഷ്യത്തോടു കൂടി ഇമ്പൾസീവ്ലി എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. ഇമ്പൾസീവ്ലി എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ആലോചിക്കാതെ എടുത്ത് ചാടിക്കൊണ്ട് ഞാൻ തന്നെ ഇവനെ ക്ലീൻ ചെയ്യും, എനിക്ക് ആരുടെയും സഹായം വേണ്ട എന്നുള്ള ആ ഒരു മൂഡുണ്ടല്ലോ. യെസ്, ആ ഒരു മൂഡിലാണ് ഇവനെ ക്ലീൻ ചെയ്തത്. ക്ലീൻ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും ആള് അപ്പർ ബോഡി മൊത്തം ക്ലീൻ ചെയ്തു. പക്ഷെ തിരിച്ചിടാൻ ഭയമാണ്. ബിക്കോസ് the major wound is behind on his back. Sadao, she called softly. He had been about to come in when she called. His hand had been on the door and now he opened it. She saw that he had brought his surgeon's emergency bag and that he wore his surgeon's coat. സഡാവോനെ വിളിക്കുകയാണ് അന്ന. വിളിക്കുമ്പോഴത്തേക്കും ആക്ച്വലി he was about the door.
പെട്ടെന്ന് കടന്നു വരികയും കടന്നു വന്നപ്പോൾ ആക്ച്വലി അന്ന സർപ്രൈസ്ഡ്. വൈ? ബിക്കോസ് ഹി വാസ് വെയറിംഗ് ദ സർജിക്കൽ കോട്ട്. ദ ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഒരു സർജിക്കൽ കോട്ട് കണ്ടിട്ടില്ലേ, അതിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഹി വാസ് ക്യാരിയിങ് ദ എമർജൻസി ബാഗ്, സർജിക്കൽ ബാഗ്, അവരുടെ എക്യുപ്മെന്റ്സ് എല്ലാം അടങ്ങിയിട്ടുള്ള ആ ബാഗും ആയിട്ട്. അപ്പൊ ആള് റെഡി ടു ഓപ്പറേഷൻ, ഈ ഓപ്പറേഷൻ റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. യു ഹാവ് ഡിസൈഡഡ് ടു ഓപ്പറേറ്റ്, ഷി ക്രൈഡ്. പെട്ടെന്ന് തന്നെ നീ അപ്പൊ ഓപ്പറേഷൻ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. യെസ്, ഹി സെഡ് ഷോർട്ട്ലി. He turned his back to her and unfolded a sterilized towel upon the floor of the tokonoma enclave and put his instruments up on it. സോ സഡാവോ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചാണ് വന്നിരിക്കുന്നത്. തൻ്റെ ഈ ഓപ്പറേഷത്തിനുള്ള വേഷവിധാനത്തോടുകൂടി എല്ലാ എക്യുപ്മെന്റ്സോടുകൂടി വന്നു. എന്നിട്ട് അവിടെ ഇവന്റെ എല്ലാ ആ ഒരു ഏരിയ, ഇയാൾ കിടക്കുന്ന ഏരിയ ഓപ്പറേഷന് വേണ്ടി സജ്ജമാക്കുകയാണ്. അപ്പോൾ ഇവിടെ ടൊക്കോണോമ എക്ലോവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ വേർഡായിരിക്കാം. അതായത് ഈ ജാപ്പനീസ് വീടുകളിലെല്ലാം അവരുടെ പിന്നെ എന്താ പറയുക, ഈ ഒരു പ്രത്യേക സ്റ്റൈലാണ്. എസ്പെഷ്യലി വിസിറ്റിംഗ് റൂമിൽ നമുക്ക് കാണാൻ പറ്റും ഒരു പ്രത്യേക ഏരിയ. അവിടെയായിരിക്കും ഇവരുടെ എന്തെങ്കിലുമൊക്കെ പിന്നെ ഷോക്കേഴ്സ് പോലെ അവരുടെ എന്തെങ്കിലും ഡിസൈൻസോ ഫ്ലവേഴ്സോ ഒക്കെ കീപ്പ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിനുവേണ്ടി അവർക്കൊരു പ്രത്യേക ഒരു ഏരിയ, മീൻസ് എസ്പെഷ്യലി വിസിറ്റ്, നമ്മളുടെയൊക്കെ വീട്ടിലാണ് വെച്ചെങ്കിൽ വിസിറ്റിംഗ് റൂമിലൊക്കെ നമ്മളൊരു ഷോക്കേഴ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവില്ലേ, അതുപോലെ. പക്ഷെ അവർക്കൊരു ഒരു പെർട്ടിക്കുലർ പ്ലേസ് ഉണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഡിസ്പ്ലേ വെക്കാൻ വേണ്ടിയിട്ട്. അതിനാണ് ഈ എന്താ പറയുക എക്ലോവ്, ടോക്കോണോമ എക്ലോവ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ഒരു ടവല് വിരിക്കുകയും അതിന് മേലെ ഈ എക്യുപ്മെന്റ്സ് ഒക്കെ എടുത്തു വെക്കുകയും ചെയ്തു. അതായത് ആ ഒരു ഏരിയ ഓപ്പറേഷന് വേണ്ടി റെഡിയാക്കുകയാണ്. ഫെച്ച് ടവൽസ്, ഹി സെഡ്. ടവൽ എടുത്തുകൊണ്ട് വാ പറഞ്ഞു. She went obediently, but how anxious now, to the linen shelves and took out the towels. ടവൽ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ അവള് തീർച്ചയായിട്ടും ടവൽ എടുത്തുകൊണ്ട് പോയി. പക്ഷേ എന്നാലും ഒരു ആങ്സൈറ്റി ഉണ്ട്. ബിക്കോസ് ഈ ലിനൻ ടവൽസ് ഒക്കെയാണ് എടുത്തുകൊണ്ട് വരുന്നത്. എന്തുകൊണ്ടായിരിക്കും അപ്പൊ അത്രയും ഒരു ആങ്സൈറ്റി ഉണ്ടായിരിക്കുക? ബിക്കോസ് ദിസ് മാൻ ഇസ് ഡേർട്ടി അല്ലെ, ഫുൾ ഓഫ് ബ്ലഡ് ആൻഡ് ഓൾ. സോ ഇവിടെ എടുത്തു കൊണ്ടുവരാൻ പോകുന്നത് നല്ല ലിനൻ ടവൽസുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ലേഡീസിന് ഉണ്ടാവുമായിരിക്കും ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. There ought also to be old pieces of matting so that the blood would not ruin the fine floor covering. She went out to the back veranda where the gardener kept strips of matting with which to protect delicate shrubs on cold nights and took an armful of them. അപ്പോൾ ഈ ടവൽസ് മാത്രമല്ല, കുറച്ചു ഈ പിന്നെ പീസസ് ഓഫ് മാറ്റ്സ് ഒക്കെ പുറത്ത് വരാന്തയിൽ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗാർഡനർ, ഈ ചെടികൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു കിട്ടുന്നിടത്തോളം. കാരണം അല്ലെങ്കിൽ ഇയാളുടെ ബ്ലഡ് എല്ലാം വീണ് ആ തറ കംപ്ലീറ്റ്, അവരുടെ കാർപ്പറ്റ് കംപ്ലീറ്റ് റൂയിൻ ആവൂലോ അത് വിചാരിച്ചിട്ട്. ബട്ട് വെൻ ഷീ വെന്റ് ബാക്ക് ടു ദ റൂം ഷീ സോ ദിസ് വാസ് യൂസ്ലെസ്. ദ ബ്ലഡ് ഹാഡ് ഓൾറെഡി സോക്ഡ് ത്രൂ ദ പാക്കിംഗ് ഇൻ ദ മാൻസ് വൂണ്ട് ആൻഡ് ഹാഡ് റൂയിൻഡ് ദ മാറ്റ് അണ്ടർ ഹിം. പക്ഷെ ഇതെല്ലാം എടുത്തോണ്ട് വന്നപ്പോഴത്തേക്കും റൂമിലെത്തിയപ്പോഴത്തേക്കും ആൾക്ക് മനസ്സിലായി ഒക്കെ വേസ്റ്റായി. കാരണം അപ്പോഴത്തേക്കും ഇയാളുടെ ഈ എന്താ പറയുക മുറി കെട്ടിയിട്ടുള്ള ആ ഒരു ഇതിൽ നിന്ന് കംപ്ലീറ്റ് ബ്ലഡൊക്കെ ഒലിച്ച് അവിടെ ആകെ ആ മാറ്റ് കംപ്ലീറ്റ് ബ്ലഡിൽ മുങ്ങിയിരുന്നു. ഓക്കെ. ഓ മൈ മാറ്റ്, ഷീ ക്രൈഡ്. Yes, it is ruined, Sadao replied, as though he did not care. Help me to turn him, he commented. അത് കണ്ടപ്പോഴത്തേക്കും അന്ന എന്ത് ചെയ്തു? അയ്യോ എന്റെ മാറ്റ് കംപ്ലീറ്റ് പോയല്ലോ, അതാകെ നാശമായല്ലോ. അപ്പൊ സഡാവോ എന്ത് ചെയ്തു? ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് റൂയിൻഡ്. സദാക്കും അപ്പൊ അതൊന്നും ഒരു പ്രശ്നമല്ല, അതൊന്നും ആളെ ബോധർ ചെയ്യുന്നേ ഇല്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇയാളെ ഒന്ന് തിരിച്ചിടാൻ എന്നെ സഹായിക്കൂ. She obeyed him without a word and she began to wash the man's back carefully. Yumi would not wash him, she said. Did you wash him then? Sadao asked. Sadao asked, not stopping for a moment his swift, concise movement. അപ്പോൾ അന്ന പറഞ്ഞു യുമി ഇയാളെ വാഷ് ചെയ്തില്ല. അപ്പോൾ സഡാവോ എന്ത് ചെയ്തു? ഓക്കെ കുഴപ്പമില്ല, നീ വാഷ് ചെയ്തോ. കാരണം ഇയാൾ തുടങ്ങിക്കഴിഞ്ഞു ക്ലീൻ ചെയ്യാനും, ഇയാളുടെ ജോലി ഇയാൾ തുടങ്ങി. ഇപ്പൊ ഇയാളുടെ ഒരു മൂഡ് എന്ന് പറഞ്ഞാൽ ഹി ഈസ് ഫുള്ളി കോൺസെൻട്രേറ്റിംഗ് ഓൺ വാട്ട് ഹി വാസ് ഡൂയിങ്, യുനോ. സോ ഇതിന്റെ ഇടയിലൊക്കെ ഈ കൺവെർസേഷൻ നടക്കുന്നുണ്ടെങ്കിലും തന്നെ ഇയാളൊരു നിമിഷം പോലും തന്റെ പ്രവൃത്തി നിർത്താതെ ഇവിടെ കണ്ടില്ലേ ഹിസ് സ്വിഫ്റ്റ് കൺസൈസ് മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പതുക്കെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യാണ്, വൂൺസ് ഒക്കെ ക്ലീൻ ചെയ്യാണ്. അപ്പോൾ ആ ഒരു പ്രവൃത്തി നിർത്താതെയാണ് ഇവർ തമ്മിലുള്ള കൺവെർസേഷൻ അവിടെ നടക്കുന്നത്. യെസ്, ഷീ സെഡ്. ഹി ഡിഡ് നോട്ട് സീം ടു hear her, but she was used to his absorption when he was at work. She wondered for a moment if it mattered to him what was the body upon which he worked
so long as it was for the work he did so excellently. Anna already used ആണ് ഇയാളുടെ ഒരു ആറ്റിറ്റ്യൂഡിനോട്. വെൻ ഹി വാസ് വർക്കിംഗ് ലൈക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ പിന്നെ ആളൊന്നും ബോധറിയില്ല, ഫുള്ളി ഫോക്കസിങ് ഓൺ വാട്ട് വാസ് ഡൂയിങ് ദർ. സോ അത് അവൾക്ക് അറിയാം. ബട്ട് ഹിയർ അന്ന വാസ് വണ്ടറിങ് ഫോർ എ മൊമെന്റ്. ഇവിടെ എന്താണ് അവളെ അത്ഭുതപ്പെടുത്തുന്നത് വെച്ചാൽ ദിസ് മാൻ, ഐ മീൻ ദിസ് ഡോക്ടർ സഡാവോ ഇസ് നോട്ട് അറ്റ് ഓൾ ബോദറിങ് അബൌട്ട് this man. Who was he? He's an enemy, he is an American man. No, these things is never getting bothered Sadao. And also what he is bothering, I mean what he is focusing on, how can I make my work much better, excellent or successful. See, this is an exact professionalism. ഇതിനാണ് നമ്മൾ പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. നമ്മുടെ പ്രൊഫഷനിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു ആക്ടിവിറ്റി അവിടെ ചെയ്യുമ്പോൾ ബാക്കിയൊന്നും നമ്മളെ ബോധർ ചെയ്യില്ല മക്കളെ. നമ്മൾ എന്താ ചെയ്യുന്നത്, അതിൻ്റെ മാക്സിമം പെർഫെക്ഷനിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുക. ദിസ് ഈസ് what we call professionalism. So നമുക്കറിയാം സഡാവോ not only a surgeon, he is a scientist, well known popular scientist and doctor. So ഇങ്ങനെ ഇവിടെ സംഭവിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. Okay, so come back. You will have to give the anesthetic if he needs it, he said. She repeated blankly. But never have I. It's easy enough, he said impatiently. എനിക്ക് അത്യാവശ്യം വരികയാണെങ്കിൽ അനസ്തറ്റിക് ഒന്ന് കൊടുക്കേണ്ടി വരും കേട്ടോ. ആരോടാ പറയണ്? അന്നോട്. ഇത് കേട്ടേക്ക് അന്ന. ഓ മൈ ഗോഡ്, യു മീൻ I have to give him anesthetic? I never have did this one before. How can I do it? I don't know. She was exclaimed. She was surprisingly asked. Who? I? ഞാൻ എങ്ങനെ കൊടുക്കണം? അന്നോട് പറയാണ്. അപ്പം നമ്മുടെ സഡാവോ അതത്ര വലിയ പ്രശ്നമല്ല, ഇറ്റ്സ് ഈസി. ഹി വാസ് ടേക്കിംഗ് ഔട്ട് ദ പാക്കിംഗ് നൗ. പാക്കിംഗ് ഹിയർ മീൻസ് ദ വൂണ്ട് കെട്ടിപ്പൊച്ചിട്ടുള്ള ആ പാക്കിംഗ് എടുക്കുകയാണ്. ആൻഡ് ദ ബ്ലഡ് ബിഗൺ ടു ഫ്ലോ മോർ ക്വിക്ലി. He peered into the wound with the surgeon's light fastened on his forehead. The bullet is still there, he said with cool interest. Now I wonder how deep this rock wound is. If it is not too deep, it may be that I can get the bullet. But the bleeding is not superficial. He has lost much blood. അപ്പോൾ ഇവിടെ എക്സാമിൻ ചെയ്യാൻ തുടങ്ങി നമ്മുടെ സഡാവോ. അതുമാത്രമല്ല ആളുടെ ഫോർഹെഡ് വരെ നെറ്റിയിൽ വെച്ചിട്ടുള്ള ലൈറ്റ് ഉണ്ടല്ലോ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ, അത് വെച്ചിട്ട് വൂണ്ടിലേക്ക് സൂക്ഷിച്ച് നോക്കുമ്പോൾ കണ്ടു അവിടെ ബുള്ളറ്റ് ഇരിപ്പുണ്ട്. ആൾക്ക് അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് ആയി. ബിക്കോസ് ഐ ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട്, ബട്ട് ദ വൂണ്ട് ഫ്രം ദ റോക്ക് വാസ് ടു ഡീപ്പ്. അത് വളരെ ഡീപ്പാണ്. ആ റോക്ക് ഈ വെടിയേറ്റെടുത്തത് തന്നെ നമ്മുടെ റോക്കും ചെന്ന് ഇടിച്ചപ്പോഴത്തേക്കും, കടലിൽ നിന്നുണ്ടായ ആ ഇഞ്ചോടും കൂടി ആയപ്പോഴത്തേക്കും നമ്മുടെ ഈ ബുള്ളറ്റ് ഒന്ന് കണ്ട് ഉള്ളിലോട്ടായി. അതല്ലെങ്കിൽ പെട്ടെന്ന് എടുക്കാമായിരുന്നു. പക്ഷെ ബ്ലീഡിങ് ഇപ്പൊ ഇല്ല. സോ ഇറ്റ്സ് നോട്ട് സൂപ്പർഫിഷ്യൽ മീൻസ് ഇറ്റ്സ് നോട്ട് എക്സിസ്റ്റിംഗ് നൗ ബിക്കോസ് ഓൾമോസ്റ്റ് ബ്ലഡ് ഹാസ് ഗോൺ ഔട്ട് ഓൾറെഡി ഫ്രം ദിസ് മാൻ. At this moment Hannah choked. He looked up and saw her face the color of sulfur. ഈ നിമിഷം ഈ അൺപാക്ക് ചെയ്തപ്പോഴത്തേക്കും ഒരുപാട് ബ്ലഡ് വരും. ഇതെല്ലാം കൂടി കണ്ടപ്പോൾ ഓഫ് കോഴ്സ് അന്നെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ സീനൊക്കെ കാണുന്നത്. ചോക്ട് മീൻസ് ചുമക്കുക, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇടാത്ത സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാവില്ല, നമ്മൾ ആ കൂടി വല്ലാണ്ടാവില്ല, അങ്ങനത്തെ ഒരു ഇമോഷൻ, അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടായി. ദെൻ ഇത് കണ്ടപ്പോൾ നമ്മുടെ സഡാവോ വെള്ളം മുഖത്തേക്ക് നോക്കിയപ്പോൾ സൾഫറിന്റെ കളർ എന്നാണ് പറഞ്ഞത്. അതായത് ആകെ കൂടി ഒരു യെല്ലോയിഷ് കളറായി, പെയിൽ ഇതെല്ലാം കണ്ടിട്ട് ആകെ വിളറി വെളുത്തു എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഡോണ്ട് ഫെയിന്റ്, he said sharply. Don't faint. He did not put down his exploring instrument. If I stop now, the man will surely die. ഇത് കണ്ടിട്ട് ബോധം പറ്റില്ലെന്ന് വെറുതെ ഒരു ഇതിലല്ല പറഞ്ഞത്, കുറച്ച് ഷാർപ്പായിട്ടാണ് പറഞ്ഞത്. ഞാനിതിപ്പോൾ നിർത്തിക്കഴിഞ്ഞാൽ എളുപ്പം തന്നെ ചാവും, അതുകൊണ്ട് എനിക്കിത് നിർത്താനും പറ്റില്ല. ബട്ട് വാട്ട് ഷീ ഡിഡ്, ഷീ ക്ലാപ്ഡ് ഹെർ മൗത്ത് ഓൺ ഹെർ ഹാൻഡ്സ് ടു ഹെർ മൗത്ത് ആൻഡ് ലീപ്ഡ് up and ran out to the room. Outside in the garden he heard her retching, but he went on with his work. ഇവള് രണ്ട് കൈയും കൂടി, കാരണം ഇവൾക്ക് ഇത് കണ്ടപ്പോഴത്തേക്കും വോമിറ്റിംഗ് വന്നു. റെച്ചിങ് പറഞ്ഞാൽ വോമിറ്റിംഗ്. അപ്പോൾ ആ ഒരു നമുക്ക് ചിലത് ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ് വന്നു. അവൾ ഓടി പുറത്തേക്ക് ഓടി അവിടെ വോമിറ്റിംഗ് ആരംഭിച്ചു. പക്ഷെ ഇതെല്ലാം ഇയാൾ കേൾക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് he went on what he was doing. അവൻ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് കണ്ടിന്യൂ ചെയ്തു. അവിടെ എഴുന്നേറ്റ് പോവുകയോ അന്നയെ സമാധാനിപ്പിക്കുകയോ ചെയ്തില്ല. It will be better for her to empty her stomach, he thought. He had forgotten that, of course, she had never seen an operation, but her distress and his inability to go to her at once made him impatient and irritable with this man
who lay like dead under his nape. ഇവിടെ ഇയാൾ കൂടി ബുദ്ധിമുട്ടിലായി. കാരണം ഇത് കണ്ടിട്ട് ഓഫ് കോഴ്സ് നമ്മുടെ ആദ്യം ഇത്തിരി ഷാർപ്പിൽ പറഞ്ഞെങ്കിലും കൂടിയിട്ട് ഇവനക്ക് ഓർമ്മ വന്നു അന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സീൻ കാണുന്നത്. അപ്പൊ ആരായാലും ഇതെല്ലാം സംഭവിക്കും. പക്ഷെ തന്റെ എന്താ പറയുക, തന്റെ നൈഫിന്റെ അടിയിൽ കിടക്കുന്ന ഈ മനുഷ്യനെ ഇങ്ങനെ ഇട്ടേച്ച് പോവാൻ അന്നയ്ക്കും ഡോക്ടർക്കും പറ്റില്ല. അപ്പൊ എല്ലാം കൂടി ഇയാൾക്കും ഒരു ഇംപേഷ്യന്റ് ആയി, ഇറിറ്റേഷനായി. ഈ മനുഷ്യനോട് തന്നെ ഈ കിടക്കുന്ന രോഗിയോട് ഒരു ഇറിറ്റേഷൻ തോന്നി. വൈ? ബിക്കോസ് he was not able to go to Hannah and she was vomiting there. Because why? Because he couldn't go from there. If he stopped what he was doing there, the man certainly die. അതുകൊണ്ട് ഇയാളോടെ പെട്ടു. അന്നയുടെ അടുത്തേക്ക് പോകാൻ പറ്റിയില്ല. എല്ലാം കൂടി ഇയാൾക്ക് ഈ മനുഷ്യനോടൊരു ഇറിറ്റേഷൻ തോന്നുകയും ചെയ്തു. This man, he thought, there is no reason under heaven why he should live. പറയാണ് ഇയാൾ, അതായത് എന്തുകൊണ്ടാണ്, എന്ത് കാരണത്തിനാണ് ഞാൻ ഇയാളെ രക്ഷിക്കുന്നതെന്നും ഇയാൾ എന്തുകൊണ്ട് ജീവിക്കണം എന്നും യാതൊരു ഐഡിയ ഇല്ല. ബട്ട് ഐ ആം ഡൂയിങ് ഇറ്റ്. ഹി വാസ് ഡൂയിങ് ഇറ്റ്, അല്ലെ? അതൊരു ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തന്റെ ജോലിയോടുള്ള മനസ്സിൽ നിന്നുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ്, അതാണ് നമ്മളെ ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അൺകോൺഷ്യസ്ലി ഹിസ് തോട്ട് മെയ്ഡ് ഹിം റൂത്ത്ലെസ് ആൻഡ് ഹി പ്രൊസീഡ് സ്വിഫ്റ്റ്ലി. ഇൻ ഹിസ് ഡ്രീം ദ മാൻ മൂവ്ഡ് ബട്ട് സഡാവോ പെയ്ഡ് നോ ഹീഡ് എക്സെപ്റ്റ് ടു മച്ച് അറ്റ് ഹിം. അതായത് ഇയാൾ എന്ത് ചെയ്തു, അപ്പത്തെ ആ ഒരു ഇമോഷന്റെ പുറത്ത് കുറച്ചും കൂടി സ്പീഡ് കൂട്ടിയിട്ട് ഈ വൂണ്ടൊക്കെ ക്ലീൻ ചെയ്യാനും അതൊക്കെ സെർച്ച് ചെയ്യാനും തുടങ്ങി. അപ്പോൾ ബോധരഹിതനായി കിടക്കുന്ന ഈ മനുഷ്യൻ അൺകോൺഷ്യസ്ലി ഹി മൂവ്ഡ്. അദ്ദേഹം ഒന്ന് വേദന കൊണ്ടൊന്ന് പുളഞ്ഞു, ഒന്ന് കരഞ്ഞു, ചെറുതായിട്ട് സൗണ്ട് ഒക്കെ ഉണ്ടാക്കി. പക്ഷെ സഡാവോ പെയ്ഡ് നോ അറ്റൻഷൻ. യാതൊരുവിധ ശ്രദ്ധയും അതിന് കൊടുത്തില്ല. ഹി വാസ് കണ്ടിന്യൂ വാട്ട് ഹി വാസ് ഡൂയിങ്. ഓക്കെ, ഗ്രോൺ ഹി മട്ടേർഡ്. ഗ്രോൺ ഇഫ് യു ലൈക്ക്. ഐ എം നോട്ട് ഡൂയിങ് ദിസ് ഫോർ മൈ ഓൺ പ്ലഷർ. In fact, I don't know why I am doing it. കരഞ്ഞു. ഇപ്പൊ ഞാൻ സഡാവോടെ മോഡ് കുറച്ച് ടെൻഷനിലാണ്, എന്താ പറയുക, ഇംപേഷ്യന്റ് ആണ്. അപ്പോൾ പറയാൻ കരണിയും പറഞ്ഞു, ഇത് എന്റെ ഇഷ്ടത്തിന് വേണ്ടി, എനിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതല്ല. എനിക്ക് ഇൻഫാക്ട് ഐ ഡോണ്ട് നോ വൈ ഐ ആം ഡൂയിങ് ഇറ്റ്. ഇൻഫാക്ട് ഹി ഡോണ്ട് നോ വൈ ഹി വാസ് ഡൂയിങ് ഇറ്റ്, ബട്ട് ഹി ഈസ് ഡൂയിങ് ഇറ്റ്. The door opened and there was Hannah again. The door opened and there was Hannah again. Where is the anesthetic? She asked in a clear voice. Sadao motioned. അപ്പോൾ ഇവിടെ in a clear voice, അതായത് രണ്ടാമത് അന്ന പ്രവേശിക്കുമ്പോൾ she asked, where is the anesthetic? അപ്പൊ അവിടെ യാതൊരുവിധ ടെൻഷനും ഇല്ല, ഡിസ്ട്രെസ്സും ഇല്ല, സ്ട്രെസ്സും ഇല്ല, ഒന്നുമില്ല. ബിക്കോസ് നൗ ഷീ ഈസ് മെന്റലി റെഡി, പ്രിപ്പയർഡ്. ഐ ഷുഡ് ഹെൽപ്പ് Mr. Sadao. He need my help. So this time, the second time, she opened the door and she came very clearly and asked, what is the anesthetic? That means she's ready to help Mr. Sadao. She prepared mentally. Yes. Now, Sadao motioned with his chin. It is as well that you came back. He said, this fellow is beginning to stir. നീ വന്നത് നന്നായി. കാരണം ഇയാള് ഈ രോഗി, ദിസ് പേഷ്യന്റ്, അയാൾക്ക് അയാളുടെ ബോധം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അനസ്തെറ്റിക് കൊടുക്കണം, എന്നില്ലേ സർജറി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നീ വന്നത് ഏതായാലും നന്നായി. She had the bottle and some cotton in her hand. But how shall I do it? She asked. Simply saturate the cotton and hold it near his nostrils, Sadao replied without delaying for one moment the intricate detail of his work. When he breathes badly, move it away a little. അപ്പോൾ ആള് വന്നു, അവനിങ്ങനെ ആക്ഷൻ കാണിച്ചു, സംഭവം അവിടെ ഇരിക്കുന്നുണ്ട്, എടുത്തു. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്നറിയില്ല. അവള് ചോദിച്ചു, പറഞ്ഞു ജസ്റ്റ് ഒരു കോട്ടൺ എടുത്തിട്ട് അതൊന്ന് സാച്ചുറേറ്റ് ചെയ്യുക, അതൊന്ന് നനയ്ക്കുക. അതുകൊണ്ട് ആ കോട്ടണിലേക്ക് ഇച്ചിരി ആക്കിയിട്ട് അവൻ്റെ നോസ്ട്രിൽസ് മൂക്കിൻ്റെ അവിടെ കൊണ്ടുവച്ചാൽ മതി. പക്ഷെ അത് കൊണ്ടുവച്ചിട്ട് അവനക്ക് ബ്രീത്ത് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി വരിക എന്ന് തോന്നുന്ന സമയത്തേക്ക് നീ തിരിച്ചെടുക്കുകയും വേണം. അപ്പോൾ പ്രോസസ് ഈസ് വെരി സിമ്പിൾ ആണ്. അപ്പോൾ നൗ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യാൻ തീരുമാനിച്ചു, അല്ലേ? മറ്റേത് അവിടെ മുന്നത്തെ സീനിൽ എന്തായിരുന്നു, ഹന്നയ്ക്കൊരു സ്ട്രെസ്സും ഒരു ഡിസ്ലൈക്കും ഒക്കെ ഉണ്ടായിരുന്നു. നൗ ഷീ ഈസ് റെഡി വിത്ത് Sadao. She crouched close to the sleeping face of the young American. It was a piteously thin face, she thought, and the lips were twisted. The man was suffering whether he knew it or not. Watching him, she wondered if the stories they heard sometimes of the sufferings of prisoners were true. They came like flickers of rumor, told by word of mouth and always contradicted. In the newspapers, the reports were always that wherever the Japanese armies went, when the people received them gladly with the cries of joy at their liberation. But sometimes she remembered such men as General Takima, who at home beat his wife cruelly.
though no one mentioned it now that he had fought so victorious a battle in Manchuria. If a man like that could be so cruel to a woman to his power, would he not be cruel to one like this, or for instance? So then in this paragraph നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷീ ക്ലോസ് ടു ദ സ്ലീപ്പിംഗ് ഫേസ് ഓഫ് ദ യങ് അമേരിക്കൻ. അതായത് അവള് കാൽമുട്ട് ക്രോസ് ടു പറഞ്ഞാൽ നമ്മൾ ഇരിക്കുക, കാൽമുട്ട് ചുരുട്ടി ഇരിക്കില്ല. അപ്പൊ ക്ലോസ് ടു ദ ഫേസ് ഓഫ് ദ സ്ലീപ്പിംഗ് മെൻ. ദാറ്റ് മീൻസ് അപ്പോൾ വീണ്ടും നമ്മൾക്ക് റൈറ്റർ മനസ്സിലാക്കി തരികയാണ് അവള് വളരെ അടുത്ത് ഇയാളെ അടുത്ത് ചെന്നിരിക്കുക. ബിക്കോസ് നൗ ഷീസ് മെന്റലി റെഡിയാണ്. ഓക്കെ, ദെൻ അവള് അനസ്തേഷ്യ കൊടുക്കാനായിട്ട് റെഡിയായി ഇരിക്കുകയാണ്. പക്ഷെ ഇവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ ഒരു എന്താ പറയുക ടോർച്ചർ അനുഭവിച്ചിട്ടുള്ള ആ പാവം പിടിച്ച മുഖം അത് കണ്ടു. അതുപോലെ തന്നെ അവൾ ഓർക്കുകയാണ്, നമ്മൾ ഇഷ്ടം പോലെ കേട്ടിട്ടില്ലേ, ആൾക്കാർ പറഞ്ഞിട്ടും ന്യൂസ് പേപ്പറിലും ഒക്കെ നമ്മൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട് എന്ത് തടവുകാർ അനുഭവിക്കുന്ന പീഡനം. അതിനെക്കുറിച്ചൊക്കെ ഇവളിങ്ങനെ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ജനറലിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ജനറലിനെ കുറിച്ച് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇത് ഗോസിപ്പായിരിക്കും, ചിലപ്പം തടവുകാർക്ക് ഇത്രമാത്രം പീഡനങ്ങളൊന്നും കിട്ടുന്നുണ്ടാവില്ലായിരിക്കും, ചിലപ്പം സത്യമായിരിക്കും, നമുക്കറിയില്ല, കേട്ടിട്ടുള്ള അറിവാണ്. പക്ഷേ വീണ്ടും ഇവൾ ഒന്നും കൂടി റീതിങ്ക് ചെയ്യണം, അല്ലെങ്കിൽ അത് ഒന്നും കൂടി ഉറപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു ജനറലിനെ ഇവൾക്കറിയാം. ഈ ടക്കിമ എന്ന് പറഞ്ഞ ചില വളരെ ക്രൂവലാണ്, സ്വന്തം ഭാര്യയൊക്കെ അടിക്കുന്ന ആളാണ്. അപ്പോൾ സ്വന്തം ഭാര്യയെ അടിക്കുക തൻ്റെ പവർ വെച്ചിട്ട്, എന്നാൽ ഇതൊന്നും ചോദിക്കാനോ ഇതിനെക്കുറിച്ച് പറയാനോട് ആരുമില്ല. ബിക്കോസ് ഇയാൾക്ക് വളരെയധികം യുദ്ധത്തിൽ വിജയം നേടിയിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പം ഇങ്ങനത്തെ ആൾക്കാർ സ്വന്തം ഭാര്യനോട് ക്രൂവലിറ്റി കാണിക്കുന്ന ഒരാൾ തടവുകാരനോട് കാണിക്കില്ല എന്നെന്താ ഉറപ്പ്? കാണിച്ചുകൂടായില്ലല്ലോ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. എപ്പോൾ? വെൻ ഷി വാസ് ട്രീറ്റിംഗ് ദിസ് ഇൻജുർഡ് മാൻ. She hoped anxiously that this young man had not been tortured. It was at this moment that she observed deep red scars on his neck, just under the ear. അങ്ങനെ ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് അവൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൻ്റെ ഇയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു റെഡ് മാർക്ക് കണ്ടത്, ഒരു കറ എന്തോ കണ്ടു. Those scars she murmured, lifting her eyes to Sadao, but he did not answer. At this moment, he felt the tip of his instrument strike against something hard, dangerously. അപ്പോൾ ഈ dangerously near the kidney. അപ്പം ഈ റെഡ് സ്കാർസ് കണ്ടപ്പോൾ സഡാവിനോട് ചോദിച്ചത് എന്താ അവിടെ ഒരു പാടെന്നൊക്കെ. പക്ഷെ സഡാവ് വാസ് നോട്ട് ഹിയറിംഗ് ഹെർ ആക്ച്വലി, ബിക്കോസ് ഹി വാസ് സെർച്ചിങ് സംതിങ് ആൻഡ് he found something on the tip of his instrument. What he was doing there, something very hard, and it was near to the kidney, very dangerously it was near to the kidney. അപ്പോൾ ആൾ അങ്ങനെ ഒരു മൊമെന്റിലാണ് അരിസഡാവോ. അപ്പോൾ all thought left him, he felt only the purest pleasure. പക്ഷേ ഈ സംഭവം കണ്ടപ്പോൾ ആൾക്കൊരു ചെറിയൊരു പ്ലഷർ തോന്നി. why? He probed with his fingers delicately, familiar with every atom of this human body. അപ്പോൾ ഈ ഒരു കിഡ്നിയുടെ അടുത്തൊരു ഹാർഡ് എന്തോ സംഭവം ഉണ്ടെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ മനസ്സിലായി അവിടെ ഒരു ബുള്ളറ്റ് ഉണ്ടെന്ന്. നമ്മളപ്പോൾ ഒരു സർജന് ഇങ്ങനത്തെ ആളിങ്ങനെ പ്രോബ് ചെയ്യാണ്, ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ ഇനി എവിടേക്ക് ബുള്ളറ്റ് ഉണ്ടെന്ന്. അപ്പോൾ അവർക്ക് ഓരോ ബുള്ളറ്റ് കിട്ടും തോറും അവർക്ക് മനസ്സിലൊരു സന്തോഷമായി. കാരണം എന്താ, അതവർക്ക് എടുക്കാലോ. അപ്പോൾ കൂടുതൽ ഈ മനുഷ്യൻ്റെ ജീവൻ രക്ഷപ്പെടാനുള്ള പോസിബിലിറ്റി അവിടെ കൂടുതലില്ലേ. അതാണ് ആ പ്ലഷർ അവിടെ വരാൻ കാരണം. എന്നിട്ട് അവൻ്റെ ഫിംഗേഴ്സ്, ഈ ചൂട് മാറ്റി ഫിംഗേഴ്സ് കൊണ്ട് ഇങ്ങനെ തപ്പി തടഞ്ഞ് നോക്കുമ്പോഴത്തേക്കും അപ്പോൾ ഇവിടെ പറയണേ എവറി ആറ്റം ഓഫ് ഹിസ് ഹ്യൂമൻ ബോഡി. ഇവനിപ്പോൾ ഈ ആളുടെ ബോഡിയുടെ എല്ലാ ആറ്റവും വളരെ ഫെമിലിയർ ആണ്. ബിക്കോസ് ഈ ടൂൾ കൊണ്ടും കൈ കൊണ്ടൊക്കെ ഇങ്ങനെ പ്രോബിങ്, സെർച്ചിങ് ഫോർ ദ വൂണ്ട്സ് ആൻഡ് ഓൾ. He was examining this body. His old American professor of anatomy had seen to that knowledge. Ignorance of the human body is the surgeon's cardinal sin, sirs. അതായത് ആ അമേരിക്കൻ പണ്ടത്തെ പ്രൊഫസറിന്റെ ഒരു ഡയലോഗ് മൂപ്പറിൽ ആലോചിക്കുകയാണ്. അതായത് ഒരു സർജൻ ആണെങ്കിൽ ഇഗ്നറൻസ് ഓഫ് ദ ഹ്യൂമൻ ബോഡി, നമ്മുടെ ഹ്യൂമൻ ശരീരത്തിന്റെ അനാട്ടമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നർ സ്ട്രക്ചർ അല്ലേ. അപ്പോൾ ആ ശരീരശാസ്ത്രത്തിനോട് അതിന്റെ സ്ട്രക്ചറിനോടുള്ള ഇഗ്നോറൻസ് ആണ് ഒരു സർജന്റെ ഏറ്റവും ആദ്യത്തെ തെറ്റ്, പാപം. യു ഷുഡ് നോ വെരി എക്സാക്ട്ലി ക്ലിയർലി ദ അനാറ്റമി ഓഫ് ഹ്യൂമൻ ബോഡി ഓർ വാട്ട് എവർ. ദിസ് ഈസ് ദ കൺക്ലൂഷൻ. അല്ലാണ്ടുള്ള ഒരുണ്ടല്ലോ എന്തോ ഒരു ചൊല്ലില്ലേ, അരവൈദ്യൻ ആളെ കൊല്ലും. അതെ, ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. പിന്നെ ആ ഭാഗം ചിന്തിക്കേ വേണ്ട. ഓക്കെ, ദെൻ he had thundered at his classes year after. Okay, അത് ആലോചിച്ചു എന്ന് പറയുന്നത്, classes year after year.
To operate without as complete knowledge of the body as if you had made it. Anything less than that is murder. അതായത് നമ്മളൊരു ബോഡി സർജറി ചെയ്യുമ്പോൾ നീ സൃഷ്ടിച്ചിട്ടുള്ള ബോഡി എന്നോണം നിനക്ക് അത്രയും അറിഞ്ഞിരിക്കണം അതിൻ്റെ ഫുൾ ഹ്യൂമൻ ബോഡി അബൌട്ട് ഓൾ ദി സ്ട്രക്ചർ അനാട്ടമി ഫങ്ഷനിങ് വട്ട് എവർ. അതല്ലെങ്കിൽ നീ അത് കൊല്ലുന്നതിന് തുല്യമാണ്. It is not quite at the kidney, my friend, Sadao murmured. It was his habit to murmur to the patient when he forgot himself in an operation. My friend, he always called his patients, and so now he did, forgetting that this was his enemy. നമ്മുടെ സഡാവോക്ക് ഒരു ശീലമുണ്ട്. ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പേഷ്യൻറ്റിനോട് ഇങ്ങനെ സംസാരിക്കും. അത് പേഷ്യൻ്റ് അബോധാവസ്ഥയിലാണ്, പക്ഷെ അത് അവൻ്റെ ഒരു ഹാബിറ്റാണ്. അപ്പോൾ ഈ സഡാവ് പറയണം, മൈ ഫ്രണ്ട് ഡോണ്ട് വറി, ഇറ്റ് ഈസ് നോട്ട് ടു മച്ച് നിയർ ടു ദ കിഡ്നി, ഡോണ്ട് വറി, അത് കിഡ്നിയുടെ അടുത്തൊന്നുമല്ല, നമുക്കത് എടുക്കാൻ പറ്റും, നീ വിഷമിക്കണ്ട എന്നെല്ലാം പറയണം. ഇവിടെ മൈ ഫ്രണ്ട് എന്നാണ് യൂഷ്വലി നമ്മുടെ സഡാവോ തൻ്റെ പേഷ്യൻസിനെ വിളിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സിൻ്റെ നന്മ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ഇവിടെ ഒരു കാര്യം ഫോക്കസ് ചെയ്തെന്താ വെച്ചാൽ ഇവിടെ സഡാവോ ഓപ്പറേഷൻ ചെയ്യുന്നത് ഒരു എനിമിയാണല്ലേ, രാജ്യത്തിൻ്റെ തന്നെ ദ്രോഹി അല്ലെങ്കിൽ ശത്രു എന്ന് നമ്മൾ അവർ വിളിക്കുന്ന ഒരു അമേരിക്കൻകാരനെയാണ് സഡാവോ ഓപ്പറേഷൻ. അതുപോലെ മറന്നുകൊണ്ട് മനസ്സിന് 100% സിൻസിയറിറ്റി എടുത്തുകൊണ്ടാണ് നമ്മുടെ സഡാവോ ഇവിടെ ഓപ്പറേഷൻ ചെയ്യുന്നത്. താൻ ഓപ്പറേഷൻ ചെയ്യുന്നത് ഒരു എനിമിയാണെന്ന് മറക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ നിർത്തുകയാണ്. നെക്സ്റ്റ് പോർഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ. അപ്പോൾ ആസ് യൂഷ്വൽ വായിക്കുക, ഈ മനസ്സിലായത് എഴുതി വെക്കുക, ഒരു പേപ്പറിലേക്ക് എഴുതുക, എന്താണോ മനസ്സിലായത് അത് എഴുതുക. ഓക്കെ, അപ്പോൾ പതിവ് പോലെ കീപ് വാച്ചിങ്. നിങ്ങൾ ഓരോ മെസ്സേജിലൂടെയും എനിക്ക് വരുന്ന ടോപ്പിക്സ് ഞാനിവിടെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ 1 by 1 ആയിട്ട് ഓരോ ടോപ്പിക്കും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഗ്രാമർ വാട്ടെവർ ഓക്കെ എല്ലാം എൻ്റെ അടുത്ത് നോട്ട്സ് ഉണ്ട്. ഞാൻ 1 by 1 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെക്കുക. ഒരിക്കലും ഒരു ക്ലാസ്സും മിസ്സാവരുത്. ഓക്കെ, സോ സ്റ്റേ ട്യൂൺ വിത്ത് മീ, കീപ് വാച്ചിങ്. താങ്ക് യു വെരി മച്ച് ഫോർ all of my wonderful students. Bye bye.